ഓൾ ഓഫ് യു ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഏറ്റവും ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമാണ് കേട്ടോ. അപ്പോൾ ചാപ്റ്റർ 2 ആണ് ടീച്ചർ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒന്നാമത്തത് റീസൺസ് ഫോർ കോൺഗ്രസ് ഡൊമിനേഷൻ. എന്തുകൊണ്ടാണ് കോൺഗ്രസ് ആധിപത്യം സ്ഥാപിക്കാനുള്ള കാരണം? ഒന്നാമത്തത് ലെഗസി ഓഫ് ദി കോൺഗ്രസ് ഇൻ ദ ഫ്രീഡം സ്ട്രഗിൾ. നമ്മൾ ഫ്രീഡം സ്ട്രഗിളിനെ കുറിച്ച്, സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ നമുക്കറിയാം, നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ട ഒരു പേര് കോൺഗ്രസിൻ്റെയാണ്. അപ്പോൾ സ്വാതന്ത്ര്യ സമരത്തിൽ കോൺഗ്രസിനുള്ള പങ്ക് അതെടുത്ത് കളയാൻ പറ്റാത്തതാണ്. രണ്ടാമത്തത് കോൺഗ്രസ് വാസ് അസോസിയേറ്റഡ് വിത്ത് ദി മഹാത്മാഗാന്ധീസ് നെയിം, അല്ലേ? അപ്പോൾ മഹാത്മാഗാന്ധിയും കോൺഗ്രസും തമ്മിലുള്ള ബന്ധം. രണ്ടാമത് കാരിസ്മാറ്റിക് ലീഡർഷിപ്പ് ഓഫ് നെഹ്റുവും കോൺഗ്രസുമായിട്ടുള്ള ബന്ധം. അടുത്ത പോയിൻ്റ് സ്ട്രോങ് ഓർഗനൈസേഷണൽ സ്ട്രക്ചർ. നല്ല ഒരു സ്ട്രക്ചറുള്ള ഘടന, അതുപോലെ ഒരു ഘടനാ സ്ഥാപനമാണ് ഏത്? കോൺഗ്രസ് എന്ന് പറയുന്നത്. അടുത്തത് നാഷൻ വൈഡ് പൊളിറ്റിക്കൽ പാർട്ടി. ഇന്ത്യ മുഴുവൻ വ്യാപിച്ചു കിടന്ന ഒരു പൊളിറ്റിക്കൽ പാർട്ടിയായിരുന്നു. അതുപോലെ തന്നെ ആബ്സെൻസ് ഓഫ് സ്ട്രോങ് ഒപ്പോസിഷൻ പാർട്ടീസ്. ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഈ ടൈമിൽ തന്നെ ഒരു ശക്തമായിട്ടുള്ള ഒപ്പോസിഷൻ പാർട്ടി, അതായത് പ്രതിപക്ഷ പാർട്ടികളൊന്നും ഉണ്ടായിരുന്നില്ല. അടുത്ത പോയിന്റ് എബിലിറ്റി ടു അക്കോമഡേറ്റ് ഡിഫറെൻറ്റ് ഫാക്ഷൻസ് ആൻഡ് ഇൻട്രസ്റ്റ്, ദാറ്റ് ഈസ് കോalition ക്യാരക്ടർ. അതായത് ഏത് ജാതിയിലും ഏത് മതത്തിലും ഏത് വർഗത്തിലും ഏത് വിഭാഗത്തിൽപ്പെട്ട ആളുകളെയും ഉൾക്കൊള്ളാനുള്ള ഈ സംഘടനയുടെ ഒരു പ്രാപ്തി. അടുത്തത് ഇറ്റ് ഹാഡ് എ ബ്രോഡ് ബേസ്ഡ് മാനിഫെസ്റ്റോ. ഇവർക്ക് വളരെ വിശാലമായിട്ടുള്ളൊരു പ്രകടന പത്രികയാണ് ഉണ്ടായിരുന്നത്. ലാസ്റ്റ് അഡ്വാൻറ്റേജസ് ഓഫ് റിലേറ്റീവ് മെജോറിറ്റി സിസ്റ്റം. ആപേക്ഷിക പ്രാതിനിധ്യ സിസ്റ്റത്തിലുള്ള ഗുണങ്ങൾ. ഇത്രയുമാണ് കോൺഗ്രസിൻ്റെ ഡൊമിനേഷന് കാരണം. ഇതൊന്നും കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുന്ന ഏതെങ്കിലും 5 എഴുതുക. കോൺഗ്രസ് എന്ന് പറയുമ്പോൾ ഫ്രീഡം സ്ട്രഗിളുമായിട്ട് ബന്ധപ്പെട്ടാന്ന് ഓർക്കുക. രണ്ടാമത് നെഹ്റുവും കോൺഗ്രസുമായിട്ടുള്ള ബന്ധം. മൂന്നാമത്തത് ഗാന്ധിജിയും കോൺഗ്രസുമായിട്ടുള്ള ബന്ധം. നാലാമത്തത് ഒരു ഇന്ത്യ മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന ഒരു നാഷൻ വൈഡ് പൊളിറ്റിക്കൽ പാർട്ടിയാണെന്ന് ആലോചിക്കുക. അതുപോലെ തന്നെ ഏത് വിഭാഗത്തിൽപ്പെട്ട ആളുകളെയും ഉൾക്കൊണ്ട ഒരു പാർട്ടിയാണെന്നും എഴുതുക. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. ഫസ്റ്റ് ജനറൽ ഇലക്ഷൻ ബിഗ്ഗസ്റ്റ് ഗാമ്പിൾ ഇൻ ഹിസ്റ്ററി. അതായത് ചരിത്രത്തിലെ ഏറ്റവും വലിയ ചൂതാട്ടമായിട്ടാണ് ആദ്യ പൊതു തെരഞ്ഞെടുപ്പിനെ വിശേഷിപ്പിച്ചത്. എന്തുകൊണ്ടാണ് അങ്ങനെ വിശേഷിപ്പിക്കാനുള്ള കാരണം? വളരെ ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യനാണ്. കൺട്രീസ് വാസ്റ്റ് സൈസ് ആൻഡ് ഇലക്ട്രേറ്റ് മേഡ് ദിസ് ഇലക്ഷൻ അൺയൂസൽ. നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് ഇന്ത്യ എന്ന് പറയുന്ന പോപ്പുലേഷനിലും എണ്ണം കൂടുതലാണ്, അതുപോലെ തന്നെ വളരെ വിശാലമായിട്ടുള്ള ഒരു രാജ്യവും ആണ്. ഇറ്റ് വാസ് എ ടെസ്റ്റ് ഫോർ പുവർ ആൻഡ് ഇല്ലിറ്ററേറ്റ് കൺട്രി. വളരെ ദാരിദ്ര്യം നിറഞ്ഞതും അതുപോലെ തന്നെ സാക്ഷരത കുറവുള്ളതുമായിട്ടുള്ള ഒത്തിരി നിരക്ഷരരുള്ള രാജ്യമായിരുന്നു ഇന്ത്യ. അപ്പോൾ ആ ഒരു ടൈമിലാണ് ഇലക്ഷൻ നടക്കുന്നത്. മൂന്നാമത്തെ പോയിന്റ് ടിൽ ദെൻ ഡെമോക്രസി ഹാഡ് ബീൻ എക്സിസ്റ്റഡ് only in the prosperous countries, mainly in Europe and America. അതായത് യൂറോപ്പ്, അമേരിക്ക അങ്ങനെ തുടങ്ങിയ ഒരു വലിയ രാജ്യങ്ങളിൽ മാത്രമാണ് അന്ന് ജനാധിപത്യം നിലനിന്നിരുന്നുള്ളൂ. അങ്ങനെയുള്ള ടൈമിലാണ് ഇന്ത്യയിൽ ഈ ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാനത്തിലൊരു ജനറൽ ഇലക്ഷൻ നടക്കുന്നത്. By that time, many countries in Europe had not given voting rights to all women. ഈ ഒരു ടൈമിൽ സ്ത്രീകൾക്ക് പോലും അതായത് വോട്ട് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ. ഇൻ ദീസ് കോണ്ടാക്ട്സ് ഇന്ത്യസ് എക്സ്പെരിമെൻറ്റ് വിത്ത് യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ് അപ്പിയർഡ് ബോൾഡ് ആൻഡ് റിസ്കി. അപ്പോൾ എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ ചൂതാട്ടമാണ് ഫസ്റ്റ് ജനറൽ ഇലക്ഷൻ എന്ന് പറയാനുള്ള ഒന്നാമത്തെ കാരണം? പോപ്പുലേഷൻ നമുക്ക് കൂടുതലാണ്, അതുപോലെ തന്നെ നമ്മുടെ വലിയൊരു രാജ്യമാണ്. രണ്ടാമത്തത് നിരക്ഷരർ കൂടുതലുള്ള രാജ്യമാണ്. അതുപോലെ അമേരിക്ക, അതുപോലെ തന്നെ യൂറോപ്പ് അങ്ങനെയുള്ള രാജ്യങ്ങളിൽ ജനാധിപത്യം നിലനിന്നിരുന്ന ടൈമിലാണ് നമ്മൾ ഇങ്ങനെ ഒരു ജനാധിപത്യം പരീക്ഷണം നടത്തുന്നത്. കാരണം അവരൊക്കെ വലിയ വലിയ രാജ്യങ്ങളാണല്ലോ. ഇനി അടുത്തത് പറയാനുള്ളത്, ആ സമയത്ത് യൂറോപ്പിൽ പോലും പെൺകുട്ടികൾക്ക്, അതായത് സ്ത്രീകൾക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശം ഇല്ലായിരുന്നു. ഈ ഒരു കോണ്ടെക്സ്റ്റിൽ നിന്ന് അവരുമായി താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ നമ്മളുടെ ഇലക്ഷൻ എന്ന് പറയുന്നത് ഏറ്റവും വലിയ ചൂതാട്ടമായിട്ട് കണക്കാക്കുന്നു. നെക്സ്റ്റ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. കോൺഗ്രസ് ആസ് എ സോഷ്യൽ ആൻഡ് ഐഡിയോളജിക്കൽ കോalition. ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്കറിയാം,
ഓണം എക്സാമിനുണ്ടായിരുന്നു, ക്രിസ്തുമസ് എക്സാമിനുണ്ടായിരുന്നു. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണോ എന്ന് നോക്കുക. ഫസ്റ്റ് വൺ, കോൺഗ്രസ് വാസ് കോൾഡ് ആസ് എ റെയിൻബോ പാർട്ടി ഓർ ആൻ അംബ്രല്ല പാർട്ടി. അപ്പോൾ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു മഴവിൽ പാർട്ടിയാണ്. അതായത് എല്ലാവരെയും ഒരേ കുടക്കീഴിൽ കൊണ്ടുവരാനായിട്ട് കോൺഗ്രസ്സിന് സാധിച്ചിട്ടുണ്ട്. കോൺഗ്രസ് അക്കോമഡേറ്റഡ് ദ റെവല്യൂഷണറി, കൺസർവേറ്റീവ്, പാസിസ്റ്റ്, റാഡിക്കൽ, extremists and moderates and the rights and the left with all the shades of the center. അതായത് ഇപ്പോൾ മിതവാദികളായിക്കോട്ടെ, തീവ്രവാദികളായിക്കോട്ടെ, അതുപോലെ തന്നെ റാഡിക്കൽ, എക്സ്ട്രീമിസ്റ്റ്, ഇങ്ങനെയുള്ള എല്ലാ ആളുകളെയും ഈ കോൺഗ്രസിൻ്റെ ഉള്ളിൽ കൊണ്ടുവരാനായിട്ട് കോൺഗ്രസ്സിന് സാധിച്ചു. കോൺഗ്രസ് ബിക്കം പ്ലാറ്റ്ഫോം ഫോർ ന്യൂമറസ് ഗ്രൂപ്പ്സ് ആൻഡ് ഇൻട്രസ്റ്റ് ആൻഡ് അക്കോമഡേറ്റഡ് വേരിയസ് ഫാക്ഷൻസ്. ഏത് ആശയത്തിൽ വിശ്വസിക്കുന്നവരാണെങ്കിലും അവരുടെ ഒരു സാന്നിധ്യം ഉറപ്പാക്കാനായിട്ട് കോൺഗ്രസ് പാർട്ടിക്ക് സാധിച്ചു. ദ കോൺഗ്രസ് അക്കോമഡേറ്റഡ് ഡിഫറെൻറ്റ് ഇൻട്രസ്റ്റ്, റിലീജിയൻ, ബിലീവ്സ് ആൻഡ് ആസ്പിരേഷൻ ടു സ്ട്രെങ്തൻ ഡെമോക്രസി. ജനാധിപത്യം ഊട്ടിയുറപ്പിക്കുന്നതിന് വേണ്ടി വിവിധ വിശ്വാസത്തിൽപ്പെട്ട, മതത്തിൽപ്പെട്ട, താല്പര്യങ്ങളിലുള്ള എല്ലാവരെയും അക്കോമഡേറ്റ് ചെയ്യാനായിട്ട് കോൺഗ്രസ്സിന് സാധിച്ചു. അപ്പോൾ ചോദ്യം എന്താണെന്ന് നോക്കൂ. കോൺഗ്രസ് ആസ് എ സോഷ്യൽ ആൻഡ് ഐഡിയോളജിക്കൽ കോalition, അതായത് സാമൂഹികവും പ്രത്യയശാസ്ത്രപരവുമായ രീതിയിൽ കോൺഗ്രസ്, അതായിരിക്കും ചോദ്യം. എന്തൊക്കെ പറയാൻ പറ്റും? ഒന്നാമത്തത്, കോൺഗ്രസ് ഒരു റെയിൻബോ പാർട്ടിയാണ്, മഴവിൽ പാർട്ടിയാണ്. അതിൻ്റെ പ്രത്യേകത, മഴവില്ലെന്ന് പറയുമ്പോൾ എല്ലാ നിറങ്ങളും ഉണ്ടല്ലോ, അങ്ങനെ ആലോചിക്കുക. അപ്പോൾ മഴവിൽ പാർട്ടി എന്ന് പറയുമ്പോൾ 7 നിറമുണ്ട്. ഇതുപോലെ വിവിധ താല്പര്യങ്ങൾ ഉള്ള ആളുകളെ ഇൻക്ലൂഡ് ചെയ്യിക്കുന്നു. അതുപോലെ തന്നെ മിതവാദികളായാലും തീവ്രവാദികളായാലും എക്സ്ട്രീമിസ്റ്റുകളായാലും റാഡിക്കൽസ് ആയാലും ഇവരെല്ലാവരും ഈ പാർട്ടിയിൽ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ജാതി, മത, വർഗ വ്യത്യാസമില്ലാതെ എല്ലാവരും ഉൾപ്പെടുത്താനായിട്ട് ഇവർക്ക് സാധിച്ചു. ലാസ്റ്റ് ആൻസർ എന്ത് പറയും? പല താല്പര്യങ്ങളിൽ, പല വിശ്വാസങ്ങളിലുള്ളവരായിക്കോട്ടെ കോൺഗ്രസ് എല്ലാവരെയും അംഗീകരിച്ചു എന്നുള്ളതാണ് ഇവിടെ പറയേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ, സ്വതന്ത്ര പാർട്ടിയുടെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ഏതെങ്കിലും 5ഓ 6ഓ എഴുതിയാൽ മതി കേട്ടോ, നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ പറ്റുന്നത്. ഒന്നാമത്തത്, മിനിമം ഗവൺമെൻറ് ഇൻ്റർവെൻഷൻ. നിങ്ങളൊന്ന് ആലോചിക്കുക, സ്വതന്ത്ര എന്ന് പറയുമ്പോൾ തന്നെ അതിനകത്ത് ഉത്തരവുണ്ട്. സ്വതന്ത്രമായത്, കൂടുതൽ സ്വാതന്ത്ര്യം നൽകുന്നത്, അല്ലേ? സ്വതന്ത്രമായെന്ന് പറഞ്ഞാൽ മറ്റൊരാളുടെ ഇടപെടൽ ഉണ്ടാവരുത്. ഇവിടെ ആരുടെ ഇടപെടലിനെ പറ്റിയാണ് പറയുന്നത്? ഇവിടെ മിനിമം ഗവൺമെൻറ് ഇൻ്റർവെൻഷൻ, ഗവൺമെൻറ് അധികം ഇടപെടരുതെന്ന. അപ്പോൾ മിനിമം ഗവൺമെൻറ് ഇൻ്റർവെൻഷൻ. രണ്ടാമത്തത്, ഫ്രീ മാർക്കറ്റ് എക്കണോമി, സ്വതന്ത്രമായിട്ടുള്ള ഒരു മാർക്കറ്റ് എക്കണോമി. മൂന്നാമത്തത്, ഒപ്പോസിഷൻ ടു സോഷ്യലിസം ആൻഡ് സെൻട്രലൈസ്ഡ് പ്ലാനിങ്, അതായത് സോഷ്യലിസത്തിന് എതിരാണ് ഇവർ. അതുപോലെ തന്നെ ഒരു കേന്ദ്രീകൃത ആസൂത്രണത്തിനൊക്കെ എതിരാണ്. ഒരു ഭാഗത്ത് മാത്രം ആസൂത്രണം കെട്ടിക്കിടക്കുക, അല്ലേ? അതിനാണ് കേന്ദ്രീകൃത ആസൂത്രണം എന്ന് പറയുന്നത്. അടുത്തത്, പ്രൊട്ടക്ഷൻ ഓഫ് പ്രൈവറ്റ് പ്രോപ്പർട്ടി റൈറ്റ്സ്, അതായത് പ്രൈവറ്റ് പ്രോപ്പർട്ടി റൈറ്റ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക. അഞ്ചാമത്തത്, ഡിസ്മാൻഡ്ലിംഗ് ഓഫ് ലൈസൻസ് പെർമിറ്റ് കോട്ട രാജ്, അതായത് നമുക്ക് ട്രേഡൊക്കെ, വ്യാപാരമൊക്കെ നടക്കുന്ന സമയത്ത് രാജ്യത്തിന് പെർമിറ്റ് എടുക്കണമായിരുന്നു, ലൈസൻസ്. അപ്പോൾ അതെല്ലാം ഇവർ നിർത്തലാക്കണമെന്ന് ആവശ്യപ്പെട്ടു. ദെൻ ഇക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി, കാസ്റ്റിൻ്റെയോ റിലീജിയൻ്റെയോ അവരെ ഒന്നും മാറ്റി നിർത്താതെ എല്ലാവർക്കും ഈക്വൽ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റി നൽകണം. അടുത്ത, റൂൾ ഓഫ് ലോ ആൻഡ് ഇൻഡിപെൻഡൻറ്റ് ജുഡീഷ്യറി, നിയമത്തിന് മുന്നിൽ എല്ലാവരും ഒന്നാണ്. അതുപോലെ തന്നെ സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ. എട്ടാമത്തത്, ലോ ടാക്സേഷൻ ആൻഡ് ഫിസ്ക്കൽ ഡിസിപ്ലിൻ, അതായത് ടാക്സ് കുറയ്ക്കുക എന്നുള്ള നയമാണ്. അടുത്തത്, എൻകറേജ്മെൻറ്റ് ഓഫ് പ്രൈവറ്റ് എൻ്റർപ്രൈസ്, അപ്പോൾ പ്രൈവറ്റ് സ്ഥാപനങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. പത്താമത്തത്, സപ്പോർട്ട് ഫോർ ഫാമേഴ്സ്, ട്രേഡേഴ്സ് ആൻഡ് സ്മോൾ ബിസിനസ്, ചെറുകിട വ്യവസായികളെ, ട്രേഡേഴ്സിനെ, ഫാമേഴ്സിനെയൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യുക. 11, ഇൻഡിവിജ്വൽ ലിബർട്ടി ആൻഡ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, അതായത് വ്യക്തി സ്വാതന്ത്ര്യവും മൗലിക അവകാശവും ഓരോരുത്തർക്കും ഉറപ്പാക്കുക. 12, ഡീസെൻട്രലൈസേഷൻ ഓഫ് പവർ, അധികാര വികേന്ദ്രീകരണം. ഇതാണ്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ 5ഓ 6ഓ സെൻറ്റൻസ് നന്നായിട്ട് പഠിച്ച് എഴുതുക. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ ഏതെങ്കിലും 5 ഫീച്ചേഴ്സ് എഴുതാനായിരിക്കും. ഒന്നാമത്തത്, മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് ഐഡിയോളജിയാണ് എന്ന് ആദ്യം എഴുതുക. രണ്ടാമത്തത്, എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ക്ലാസ്ലെസ് സൊസൈറ്റി,
അതൊരു പ്രത്യേക ക്ലാസ് വിഭാഗത്തിൽപ്പെടാതെ ക്ലാസ്സുകളില്ലാത്തൊരു സൊസൈറ്റിയെ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ചെയ്യുക. മൂന്നാമത്തത് അബോളിഷൻ ഓഫ് പ്രൈവറ്റ് പ്രോപ്പർട്ടി, അതായത് പ്രൈവറ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്ന ആ ഒരു വാദത്തെ അബോളിഷ് ചെയ്യുക. അതായത് ഓരോ വ്യക്തികൾക്കും കൂടുതൽ സ്വത്ത് ആർജിച്ച് വെക്കുക, അത് വേണ്ട, അതായത് രാഷ്ട്രത്തിന് പൊതു സ്വത്ത് മതി എന്ന ആശയമാണ് അവർ ഉദ്ദേശിക്കുന്നത്. നാലാമത്തത് പബ്ലിക് ഓണർഷിപ്പ് ഓഫ് മീൻസ് ഓഫ് പ്രൊഡക്ഷൻ, അതായത് ഉൽപ്പാദന രംഗത്തൊക്കെ ആരുടെ കയ്യിലായിരിക്കണം? സ്റ്റേറ്റിൻ്റെ കയ്യിലായിരിക്കണം, രാജ്യത്തിൻ്റെ കൺട്രോളിൽ, രാഷ്ട്രമായിരിക്കണം ഈ പ്രൊഡക്ഷനൊക്കെ കൺട്രോൾ ചെയ്യുന്നത്. അതായത് പണ്ടത്തെ USSRൻ്റെ ഒരു നയവുമായിട്ട് ബന്ധമുള്ളതാണ്, അത് നമ്മൾ ഓർത്താൽ മതി. അടുത്തത് നിങ്ങൾക്ക് എളുപ്പമുള്ളത് മാത്രം പഠിച്ചാൽ മതി കേട്ടോ. സെൻട്രലൈസ്ഡ് എക്കണോമിക് പ്ലാനിങ്, അതായത് കേന്ദ്രീകൃതമായിട്ടുള്ളൊരു എക്കണോമിക് പ്ലാനിങ് ആണ് ഉദ്ദേശിക്കുന്നത്. ഏഴാമത്തത് ലാൻഡ് റിഫോംസ്, ഭൂപരിഷ്കരണം, ഭൂമിയില്ലാത്തവർക്ക് ഭൂമി പിടിച്ച് നൽകുക, കൃഷിഭൂമി തരിശുഭൂമിയായിട്ട് കിടക്കുന്നവ കൃഷിഭൂമിയാക്കുക, ആ ഒരു പ്ലാനൊക്കെയാണ് ഇതിൽ വരുന്നത്. അടുത്തത് വർക്കേഴ്സ് ആൻഡ് പേഴ്സൺസ് റൈറ്റ്, അതായത് കൃഷിക്കാരുടെയൊക്കെ അവകാശങ്ങൾ സംരക്ഷിക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട പോയിൻ്റ് ഓപ്പോസിഷൻ ടു ക്യാപിറ്റലിസം ആൻഡ് ഇമ്പീരിയലിസം, മുതലാളിത്തത്തിനും സാമ്രാജ്യത്വത്തിനും ഇവരെതിരായിരുന്നു എന്നുള്ളതാണ്. പത്താമത്തത് പ്രൊമോഷൻ ഓഫ് ട്രേഡ് യൂണിയൻസ്, നമുക്കറിയാം നമ്മുടെ കേരളത്തിൻ്റെ CITU എന്ന് പറയുന്ന ട്രേഡ് യൂണിയൻസൊക്കെ CPIയുടെ ആണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയാണ്, അത് ഓർക്കുക. ദെൻ ഇൻ്റർനാഷണൽ സോളിഡാരിറ്റി ഓഫ് വർക്കിംഗ് ക്ലാസ്, തൊഴിലാളി വർഗത്തെയാണ് അവർ ഒരുമിപ്പിച്ച് നിർത്താനായിട്ട് ശ്രമിക്കുന്നത്. ദെൻ റവല്യൂഷണറി സോഷ്യൽ ചേഞ്ച്, എല്ലാ മേഖലയിലുമുള്ള സാമൂഹിക മാറ്റം കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുന്നോട്ട് വയ്ക്കുന്നു. ഇതിൽ നിങ്ങൾക്ക് പറ്റുന്ന 5 or 6 സെൻറ്റൻസ് എളുപ്പമുള്ളത് നോക്കി പഠിക്കുക. അടുത്തത് സോഷ്യലിസ്റ്റ് പാർട്ടിയാണ്. ആ പേരിൽ തന്നെയുണ്ട് സോഷ്യലിസം എന്നുള്ളത്. അപ്പോൾ സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ ഫീച്ചേഴ്സാണ് ഡെമോക്രാറ്റിക് സോഷ്യലിസം, ഒന്നാമത് ജനാധിപത്യ സോഷ്യലിസം നടപ്പിലാക്കുക. രണ്ടാമത്തത് പബ്ലിക് ഓണർഷിപ്പ് ഓഫ് കീ ഇൻഡസ്ട്രീസ്, ഏറ്റവും പ്രധാനപ്പെട്ട വ്യവസായ മേഖലകളൊക്കെ രാഷ്ട്രത്തിൻ്റെ ഉടമസ്ഥത അവകാശം ഉള്ളതായിരിക്കണം. മൂന്നാമത്തത് അബോളിഷൻ ഓഫ് സെമീന്ദാരി സിസ്റ്റം തുടച്ചു നീക്കുക. നാലാമത്തത് ലാൻഡ് റിഫോംസ് ആൻഡ് റീഡിസ്ട്രിബ്യൂഷൻ, ഭൂപരിഷ്കരണം നടപ്പിലാക്കുകയും ഭൂമി പിടിച്ചെടുത്ത് അടുത്ത ആളുകൾക്ക് നൽകുകയും ചെയ്യുക. അടുത്ത എക്കണോമിക് ഇക്വാലിറ്റിയാണ്, സാമ്പത്തിക സമത്വം. ആറാമത്തത് ഒപ്പോസിഷൻ ടു ക്യാപിറ്റലിസം, മുതലാളിത്തത്തിന് എതിരെയാണ്. ഏഴാമത്തത് പ്ലാൻഡ് എക്കണോമിക് ഡെവലപ്മെൻറ്റ്, സാമ്പത്തിക വികസനം ആസൂത്രണം ചെയ്യുക. എട്ടാമത്തെ പ്രൊട്ടക്ഷൻ ഓഫ് വർക്കേഴ്സ് റൈറ്റ്, തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക. 9 പ്രൊമോഷൻ ഓഫ് കോപ്പറേറ്റീവ് ഫാമിംഗ്, കോപ്പറേറ്റീവ് എന്ന് പറഞ്ഞാൽ കൂട്ടായ്മയോടെയുള്ള ഒരു കൂട്ടുകൃഷി, അതൊക്കെയാണ്. ദെൻ 10 സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് വെൽഫെയർ സ്റ്റേറ്റ്, സാമൂഹിക നീതിയും അതുപോലെ തന്നെ ക്ഷേമരാഷ്ട്രവും നടപ്പിലാക്കുക. ദെൻ റിഡക്ഷൻ ഓഫ് ഇൻകം ഇൻഇക്വാലിറ്റീസ്, അതായത് ഈ വരുമാനത്തിലുള്ള അസമത്വം കുറയ്ക്കുക. ലാസ്റ്റ് സെക്യുലറിസം, മതേതരത്വം കൊണ്ടുവരിക. ഇതും കീ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് 5 or 6 പഠിച്ചാൽ മതി, വെറുതെ ടൈം വേസ്റ്റ് ചെയ്യരുത്. അടുത്തതാണ് ഭാരതീയ ജനസംഘ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. ഫീച്ചേഴ്സ് ഓഫ് ഭാരതീയ ജനസംഘ്. ഒന്നാമത്തത് കൾച്ചറൽ നാഷണലിസം, അതായത് ഒരു ഹിന്ദുത്വ ഐഡിയോളജിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഇത്, അങ്ങനെ ആദ്യം ആലോചിക്കുക. രണ്ടാമത് സ്ട്രോങ് നാഷണൽ യൂണിറ്റി ആൻഡ് ഇൻറ്റഗ്രിറ്റി, അതായത് രാജ്യത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും കൂട്ടി ഉറപ്പിക്കാനായിട്ട് ഭാരതീയ ജനസംഘ് ഒത്തിരി ശ്രമിച്ചിട്ടുണ്ട്. ദെൻ പ്രൊമോഷൻ ഓഫ് ഇന്ത്യൻ കൾച്ചർ ആൻഡ് ട്രഡീഷൻ, എന്ത് തന്നെയായാലും ഇന്ത്യയുടെ സംസ്കാരവും ഇന്ത്യയുടെ പാരമ്പര്യം തന്നെ പ്രൊമോട്ട് ചെയ്യാനായിട്ടാണ് അവർ പറയുന്നത്. ദെൻ ഒപ്പോസിഷൻ ടു ആർട്ടിക്കിൾ 370, അതായത് ഓരോ സംസ്ഥാനങ്ങൾക്കോ അല്ലെങ്കിൽ ജമ്മു കാശ്മീർ പോലെയുള്ള സംസ്ഥാനങ്ങൾക്ക് സ്പെഷ്യൽ സ്റ്റാറ്റസ് നൽകുന്നതിനോട് അവർ എതിരായിരുന്നു. ദെൻ സപ്പോർട്ട് ഫോർ യൂണിഫോം സിവിൽ കോഡിനെ സപ്പോർട്ട് ചെയ്തു. ദെൻ പ്രൊട്ടക്ഷൻ ഓഫ് കൗ ആൻഡ് ബാൻ ഓൺ കൗ സ്ലോട്ടർ, അതായത് പശു അല്ലെങ്കിൽ കന്നുകാലി അവയൊക്കെ സംരക്ഷിക്കുക, ഒരിക്കലും അവരെ കൊല്ലാനായിട്ട് അനുവദിച്ചിരുന്നില്ല. ദെൻ അഖണ്ഡ ഭാരത് എന്ന് പറഞ്ഞാൽ യുണൈറ്റഡ് ഇന്ത്യ എന്ന് പറയുന്ന പാകിസ്ഥാനും കൂടി ഉൾക്കൊണ്ടിട്ടുള്ള ഒരു ഇന്ത്യയും പാകിസ്ഥാനും യോജിപ്പിക്കുക എന്നുള്ളൊരു അർത്ഥത്തിലാണ് ഈ അഖണ്ഡ ഭാരത് എന്ന് പറയുന്ന ഒരു ആശയം ആദ്യം അവർ കൊണ്ടുവന്നത്. ദെൻ സ്ട്രോങ് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ സ്ട്രോങ്
ആയിട്ടുള്ള തീരുമാനങ്ങൾ. ദെൻ സ്വദേശി, അതായത് നമ്മളൊരു സെൽഫ് റിലയൻ്റ് ആയിട്ടുള്ള ആശ്രയത്തിലുള്ള ഒരു സാമ്പത്തികം എക്കണോമി കൊണ്ടുവരിക എന്നുള്ളതാണ്. 10ാമത്തത് ആൻറ്റി അപ്പീസ്മെൻറ്റ് പോളിസി. അതുപോലെ തന്നെ 11 അത് എഴുതണ്ട. ദെൻ 11 ക്ലോസ് അസോസിയേഷൻ വിത്ത് RSSുമായിട്ട് വളരെയധികം ബന്ധമുള്ള പാർട്ടിയായിരുന്നു ഭാരതീയ ജനസംഘ്. അതുപോലെ എംഫസിസ് ഓൺ നാഷണൽ സെക്യൂരിറ്റി. നാഷണൽ സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ രാജ്യത്തിൻ്റെ സുരക്ഷയിൽ എംഫസിസ് ചെയ്തിരുന്നു. പിന്നെ ഒരു രാജ്യം, ഒരു രാഷ്ട്രം, ഒരു സംസ്കാരം എന്നീ ആശയങ്ങളിലൊക്കെ സപ്പോർട്ട് ചെയ്തവരാണ് ഭാരതീയ ജനസംഘ് കേട്ടോ. അപ്പോൾ ഭാരതീയ ജനസംഘിൻ്റെ ഏതെങ്കിലും ഇഷ്ടമുള്ള 5ഓ 6ഓ സെൻറ്റൻസ് പഠിക്കുക. നമ്മൾ എന്ത് പഠിച്ചാലും കാണാപ്പാഠം പഠിക്കരുത്, എന്തെങ്കിലുമായിട്ട് കണക്ട് ചെയ്ത് തന്നെ പഠിക്കുക. എന്നാൽ മാത്രമേ നിങ്ങളത് ഓർത്തിരിക്കുകയുള്ളൂ. പിന്നെ നന്നായിട്ട് വായിക്കുക, വെറുതെ സമയം കളയരുത്. എല്ലാ ടോപ്പിക്കും വായിക്കാനുള്ള ടൈം ഉണ്ടായിരിക്കണം. എല്ലാ ടോപ്പിക്കും നമ്മൾ വായിച്ചിരിക്കണം. ഒരു ക്വസ്റ്റ്യൻ പോലും ആൻസർ ചെയ്യാതിരിക്കരുത്. എല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യണം. എന്തെങ്കിലും എഴുതി വെക്കണം, ഒന്നും എഴുതാതെ ഇരിക്കരുത്. നമ്പറിട്ട് വെറുതെ വരയിട്ട് വെക്കരുത്. എന്തെങ്കിലുമൊക്കെ എഴുതി വെക്കാൻ. തന്നിരിക്കുന്ന ചോദ്യം നന്നായി വായിച്ചാൽ അതിൽ തന്നെ ഉത്തരമുണ്ടാവും, മറക്കരുത്. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ ക്ലാസ് കണ്ടതിന് ശേഷം താഴെ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ടീച്ചർ പറഞ്ഞു തരാം. താങ്ക് യു വെരി മച്ച്. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക.